ഞാനൊരു ഡെന്റിസ്റ്റ് എന്ന നിലയ്ക്ക് എൻ്റെ കുട്ടിക്ക് ഞാൻ ഒരിക്കലും കൊടുക്കാൻ പോകുന്നില്ലാത്ത 5 കാര്യങ്ങൾ. ഇങ്ങനത്തെ ജ്യൂസ് ബോക്സസ് നിങ്ങൾ കുട്ടികൾക്ക് സ്ഥിരമായിട്ട് വാങ്ങിച്ചു കൊടുക്കാറുണ്ടോ? ദെൻ ഇറ്റ്സ് എ ബിഗ് നോ. ഇങ്ങനത്തെ ജ്യൂസസിൽ ഹൈ ഷുഗർ കണ്ടന്റ് ആണ് ഉള്ളത്. അപ്പോൾ കോൺസ്റ്റന്റ്ലി കുട്ടികൾ ഇത് സിപ്പ് ചെയ്ത് കുടിക്കുവാണെങ്കിൽ അത്രയും ഷുഗർ നമ്മുടെ പല്ലുമായിട്ട് കോണ്ടാക്ട് വന്ന് കാലക്രമേണ പല്ല് കേടാവുന്ന ഒരു സിറ്റുവേഷൻ വരും. സോ ഓൾവേസ് ചൂസ് വാട്ടർ ഓവർ ജ്യൂസസ്. നമ്പർ 2, ഗമ്മി വൈറ്റമിൻസ്. ഇപ്പൊ പൊതുവെ കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ് കുഞ്ഞുങ്ങൾക്ക് ഗമ്മി വൈറ്റമിൻസ് വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളത്. പക്ഷേ ഈ ഗമ്മി വൈറ്റമിൻസിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് പല്ല് സ്റ്റിക്ക് ഓൺ ചെയ്യും. അപ്പോൾ കൂടുതൽ നേരം അത് പല്ലിൽ ഒട്ടിപ്പിടിച്ചിരുന്ന് അണുക്കളുടെ പ്രവർത്തനം ഹാപ്പൻ ചെയ്യും. അതുകൊണ്ട് പല്ലുകൾ കേടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ഓൾവേസ് ചൂസ് നോൺ ഗമ്മി വൈറ്റമിൻസ് ഓവർ ഗമ്മി വൈറ്റമിൻസ്. നമ്പർ 3, ഗിവിംഗ് സ്പോർട്സ് ഡ്രിങ്ക്സ് ആഫ്റ്റർ പ്രാക്ടീസ്. അതായത് കുഞ്ഞുങ്ങൾ കളിച്ച് വിഷമിച്ചൊക്കെ വരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് സ്പോർട്സ് ഡ്രിങ്ക്സ് വാങ്ങിച്ചു കൊടുക്കുന്ന ഒരുപാട് പാരൻസ് ഉണ്ട്. ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിലും ഹൈ ഷുഗർ കണ്ടന്റ് ഉണ്ട്. മാത്രമല്ല അത് അസിഡിക് നേച്ചറിലുള്ളതാണ്. അതുകൊണ്ട് പല്ലിന്റെ ഇനാമൽ ഇറോഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. സോ ഓൾവേസ് ചൂസ് വാട്ടർ ടു ഹൈഡ്രേറ്റ് ദാൻ ദ സ്പോർട്സ് ഡ്രിങ്ക്സ്. നമ്പർ 4, യൂസിങ് പാസിഫയേഴ്സ് ബിയോണ്ട് ദ ഏജ് ഓഫ് 2. അതായത് ഒരു പ്രായം കഴിഞ്ഞിട്ട് പാസിഫയർ യൂസ് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ ജോ ഡെവലപ്മെന്റിനെ അത് ബാധിക്കും. മാത്രമല്ല അതിലൂടെ ടീത്ത് അലൈൻമെന്റിനെയും ബാധിക്കും. അതുപോലെ ഓവർബൈറ്റ് പോലെയുള്ള മാലൊക്ലൂഷൻസ് ഡെവലപ്പ് ആകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ഇറ്റ്സ് ബെറ്റർ ടു അവോയ്ഡ് ദ യൂസ് ഓഫ് പാസിഫയർ, അതല്ലെങ്കിൽ ലിമിറ്റ് ദ യൂസ് ഓഫ് പാസിഫയർ. നമ്പർ 5, നൈറ്റിൽ ത്രൂ ഔട്ട് ബോട്ടിൽ ഫീഡിങ് ഒക്കെ ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പാലിലും ഷുഗർ കണ്ടന്റ് ഉണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് നൈറ്റിൽ കുഞ്ഞുങ്ങൾ ഈ പാല് കുടിച്ചുകൊണ്ടിരിക്കുവാണെങ്കിൽ ഈ ഷുഗർ പല്ലിൽ ആക്ട് ചെയ്തിട്ട് പല്ലിൽ നഴ്സിംഗ് ബോട്ടിൽ ക്യാരീസ് പോലെയുള്ള കണ്ടീഷൻസ് ഡെവലപ്പ് ആവും, പല്ല് മുഴുവൻ കേടാവും. സോ നൈറ്റിൽ ബ്രഷിങ്ങിന് ശേഷം എപ്പോഴും വെള്ളം മാത്രം പ്രൊവൈഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞിന്റെ പല്ലിന്റെ ആരോഗ്യത്തിനായിട്ട് നിങ്ങൾ മാറ്റാൻ പോകുന്ന ഒരു ശീലം ഏതാണ്? ഡു ലെറ്റ് മീ നോ ഇൻ ദ കോമെന്റ്സ് ബിലോ.